വെൽക്കം ബാക്ക് ടു കാത്തു സ്പേസി ബുള്ളറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നീതി ആയോഗിനെ കുറിച്ചിട്ടാണ്. റീസെൻ്റ്ലി ആസ്ക്ഡ് GK നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാ പരീക്ഷകളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഏരിയയാണ് നീതി ആയോഗ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷന് പകരം വന്ന സംവിധാനം നീതി ആയോഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് നീതി ആയോഗ് വരുന്നത്. ഇനി ആ നീതി ആയോഗിൻ്റെ ഫുൾ ഫോം നോക്കാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഒരു തവണ PSC ചോദിച്ചിട്ടുണ്ട് നീതി ആയോഗിൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്, ഇപ്പം കഴിഞ്ഞ എക്സാമിന് വരെ ചോദിച്ചതാണ്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി 2015 ജനുവരി 1 ഓക്കെ. അപ്പോൾ 2015 ന്യൂ ഇയറിൻ്റെ അന്നാണ് നീതി ആയോഗ് നിലവിൽ വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അതെല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ. അപ്പോൾ നീതി ആയോഗ് 2015 ജനുവരി 1 വന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ട് വന്നതാണ്. പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് വന്നത്? 1950 മാർച്ച് 15 എല്ലാവർക്കും അറിയുന്നു വിചാരിക്കണം. ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ഭരണസമിതി. നീതി ആയോഗിൻ്റെ ഭരണസമിതിയെ നമ്മൾ ഗവേണിംഗ് കൗൺസിൽ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് ഗവേണിംഗ് കൗൺസിൽ? അപ്പോൾ ആ ഭരണസമിതിയിൽ ആരൊക്കെയാണ് ഉണ്ടാവുകയെന്ന്. ഓക്കെ. അതിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ ലഫ്റ്റനന്റ് ഗവർണർമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ നീതി ആയോഗിൻ്റെ ഭരണസമിതിയെ ഗവേണിംഗ് കൗൺസിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്നവർ നമുക്ക് 28 സംസ്ഥാനങ്ങളുണ്ട് അല്ലേ? 28 സംസ്ഥാനങ്ങളിലെ CM അതുപോലെ തന്നെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അവിടത്തേക്ക് ലഫ്റ്റനന്റ് ഗവർണർമാർ. ഓക്കെ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ഗവേണിംഗ് കൗൺസിലിൽ ഉണ്ടാകുന്ന അംഗങ്ങൾ. കിട്ടിയല്ലോ. ഇനി പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഗവർണർമാരെ കുറിച്ചിട്ട്, അത് ലഫ്റ്റനന്റ് ഗവർണർമാരെ കുറിച്ച് യൂണിയൻ ടെറിട്ടറിയുടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് ക്ലാസ് ചെയ്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തലയിൽ കയറും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുള്ള വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതും ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ഏരിയകൾ മൊത്തം നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ താൽക്കാലിക അംഗങ്ങൾ. ഓക്കെ. നീതി ആയോഗിൻ്റെ താൽക്കാലിക അംഗങ്ങളാണ് പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാർ. ഓക്കെ. പ്രധാനമന്ത്രി നിയമിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് ഇതിൻ്റെ താൽക്കാലിക അംഗങ്ങൾ. ഓക്കെ. അപ്പോൾ പെർമനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു നമ്മൾ സംസ്ഥാനങ്ങളിലെ CMകൾ അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ. ഇനി ടെമ്പററി ആയിട്ടുള്ള കുറച്ചധികം അംഗങ്ങളുണ്ട്. അതിനെ പ്രധാനമന്ത്രിയാണ് അവരെ നിയമിക്കുക. കേന്ദ്രമന്ത്രിമാരാണ്. ഓക്കെ. ആറാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. എല്ലാവർക്കും അറിയാം അല്ലേ? നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ഇനി അനൗദ്യോഗികമായിട്ടുള്ള അംഗങ്ങളെ എന്താണ്? പ്രൈം മിനിസ്റ്ററാണ് അപ്പോയിൻറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? അനൗദ്യോഗിക അംഗങ്ങളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്. ഏഴാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ. ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കുന്നത് നേരത്തെ പറഞ്ഞു. അതിൻ്റെ വൈസ് ചെയർമാന് അതുപോലെ തന്നെ ഈ താൽക്കാലിക അംഗങ്ങളെ എല്ലാവരും അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രി തന്നെയായിരിക്കും കേട്ടോ. കൺഫ്യൂഷനൊന്നും വേണ്ട. എട്ടാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ് അല്ലേ? 2015 നമുക്ക് ആലോചിച്ചാൽ മതി. അപ്പം നരേന്ദ്രമോദിയാണ് നീതി ആയോഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ. പ്ലാനിംഗ് കമ്മീഷൻ്റെ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു അല്ലേ? അതുപോലെ തന്നെ പ്രഥമ ഉപാധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയ. ഓക്കെ. അതായത് വൈസ് ചെയർമാൻ, ആദ്യത്തെ വൈസ് ചെയർമാൻ അരവിന്ദ് പനഗരിയ ആയിരുന്നു. അതുപോലെ തന്നെ പ്രഥമ CEO ആരാണ്? സിന്ധുശ്രീ ഗുള്ളറായിരുന്നു. ഓക്കെ. അപ്പോൾ ഏറ്റവും ഫസ്റ്റത്തെ അതുപോലെ തന്നെ റീസെൻ്റ്ലി ആയിട്ട് അല്ലെങ്കിൽ കറണ്ടായിട്ട് ഉള്ള ആളുകൾ ഇവരെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ ചെയർമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു. ഓക്കെ. ഇനി പ്രഥമ CEO എന്ന് പറയുന്നത് സിന്ധുശ്രീ ഗുള്ളർ. ഓക്കെ. CEO സിന്ധുശ്രീ. ഓക്കെ. രണ്ടിലും C ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയയാണ്. കിട്ടിയല്ലോ. ഒമ്പതാമത്തെ ചോദ്യം, ഇന്ത്യ ദ എമർജിംഗ് ജെയിൻറ്റ് എന്ന കൃതി രചിച്ചത് അരവിന്ദ് പനഗരിയയാണ്. ഓക്കെ. ഇന്ത്യ ദ എമർജിംഗ് ജെയിൻറ്റ് എന്ന കൃതി രചിച്ചത് അരവിന്ദ് പനഗരിയ. പത്താമത്തെ ചോദ്യം, ബ്രാൻഡിംഗ് ഇന്ത്യ എന്ന കൃതി രചിച്ചത് അമിതാഭ് കാന്താണ്. ഓക്കെ. അമിതാഭ് കാന്താണ് ബ്രാൻഡിംഗ് ഇന്ത്യ എന്നൊരു കൃതി രചിച്ചിട്ടുള്ളത്. ഓക്കെ. 11ാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനത്തെ വിളിക്കുന്നത് ടീം ഇന്ത്യ എന്ന പേരിലായിരുന്നു കേട്ടോ. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ സമ്മേളനം അതിന് പേരിട്ടിരുന്നത് ടീം ഇന്ത്യ എന്നായിരുന്നു. ആദ്യത്തെ സമ്മേളനം നടന്നത് 2000. ഓക്കെ. ഇനി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യാനും
ഒക്കെ വഴിയുള്ള ഒരു ഏരിയയാണ്. ഒരുപാട് കൺഫ്യൂഷനും കൂടി ഉണ്ടാവുന്ന ഏരിയയാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ഒരു 7 ലക്ഷ്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പൊക്കോളുക. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കും, ഉറപ്പാണ്. ഇതിനധികം ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ഒന്നാമത്തെ ലക്ഷ്യം വ്യവസായ അതുപോലെ തന്നെ സേവന മേഖലയിലൊക്കെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഓക്കെ, വ്യവസായ മേഖല, സേവന മേഖല ഇതിലൊക്കെയുള്ള സർക്കാരിൻ്റെ പങ്കാളിത്തമൊക്കെ ഒന്ന് കുറയ്ക്കുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ ലക്ഷ്യം. കിട്ടിയല്ലോ. ഇനി അടുത്തത് മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച. മധ്യവർഗത്തെ ഉപയോഗിച്ചിട്ടുള്ള സുസ്ഥിര സാമ്പത്തിക വളർച്ച ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി മൂന്നാമത്തെ, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ഓക്കെ, കാർഷിക മേഖലയെ എങ്ങനെ പുരോഗതിയിലേക്ക് എത്തിക്കണം? മിശ്ര കാർഷിക ഉൽപാദനം, അതിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ഇനി പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. നമുക്കൊരുപാട് പ്രവാസികളുണ്ട് അല്ലേ, അപ്പോൾ അവരുടെയൊക്കെ സേവനങ്ങൾ സാമ്പത്തികപരമായിട്ടും സാങ്കേതികപരമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കുക. നെക്സ്റ്റ് വൺ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കുക. നഗരങ്ങളെ ശ്രദ്ധിക്കുക, എന്തിൻ്റെ സഹായത്തോടെയാണ്? ആധുനിക സാങ്കേതിക വിദ്യകളുടെയൊക്കെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ഓക്കെ, നെക്സ്റ്റ്, ആഗോള മാറ്റങ്ങളെയും വിപണി ശക്തികളെയും നേരിടാൻ രാജ്യത്തെ ശക്തിപ്പെടുത്തുക. നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ, അതുപോലെ തന്നെ വിപണികൾ, കോമ്പറ്റീഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നേരിടാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ഒന്ന് ശക്തിപ്പെടുത്തുക. ഓക്കെ, ലാസ്റ്റ് വൺ, സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുക. ഓക്കെ, ഉൽപ്പാദനത്തിൻ്റെ ക്ഷമത കൂട്ടുക. ഇതൊക്കെ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ്. നമുക്കൊന്നും കൂടി പറയാം, ശ്രദ്ധിക്കുക. വ്യവസായ സേവന മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഓക്കെ, കുറയ്ക്കുക എന്നാണ് കേട്ടോ. സർക്കാർ പങ്കാളിത്തം ചിലപ്പോൾ കൂട്ടുക എന്നൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിലുണ്ടാവും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളാം. വ്യാവസായിക സേവന മേഖലയിലൊക്കെ നമ്മുടെ സർക്കാരിൻ്റെ പങ്കാളിത്തം കുറയ്ക്കുക. പിന്നെ മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച. ഓക്കെ, മധ്യവർഗത്തിനെയാണ് ഉപയോഗിക്കേണ്ടത്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്ത് കാർഷിക മേഖലയിൽ മിശ്ര കാർഷിക ഉൽപ്പാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. പിന്നെ പ്രവാസി ഇന്ത്യക്കാരുടെയൊക്കെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്കൊക്കെ ഉപയോഗിക്കുക. പിന്നെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ചിലപ്പോൾ നമുക്ക് നഗരങ്ങളിൽ എന്നുള്ളത് ഗ്രാമങ്ങളെ എന്നൊക്കെ തരാൻ ചാൻസ് ഉണ്ട്. ഗ്രാമങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കുക. പിന്നെന്താണ്? ആഗോള മാറ്റങ്ങളെയും വിപണി ശക്തികളെയും നേരിടാൻ വേണ്ടി രാജ്യത്തെ ശക്തിപ്പെടുത്തുക. ഓക്കെ, പിന്നെ സമ്പദ് വ്യവസ്ഥയുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. ശ്രദ്ധിക്കണേ, ഉറപ്പാണ് ചോദ്യം. ഇനി 13ാമത്തെ ചോദ്യം, ഭരണസമിതി അറിയപ്പെടുന്ന പേര് നമുക്കറിയാം. നീതി ആയോഗിൻ്റെ ഭരണസമിതി ഗവേണിംഗ് കൗൺസിൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അറിയാലോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി 14ാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നീതി ആയോഗിൻ്റെ ആദ്യത്തെ അധ്യക്ഷനും നരേന്ദ്രമോദിയാണ്. ഇപ്പോഴും ആരാണ്? പ്രധാനമന്ത്രി ആയിരിക്കില്ല എപ്പോഴും, അപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ്. ഉപാധ്യക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, സുമൻ ബെറിയാണ്. ഓക്കെ, ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറി. അതുപോലെ തന്നെ ഇപ്പോഴത്തെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യൻ. ഓക്കെ, പരമേശ്വരൻ ആയിരുന്നു, അപ്പോൾ അദ്ദേഹം മാറി ഇപ്പോൾ BVR സുബ്രഹ്മണ്യനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ ചെയർമാൻ എപ്പോഴും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ നരേന്ദ്രമോദി, അതിൽ കൺഫ്യൂഷനൊന്നുമില്ല. ഉപാധ്യക്ഷൻ സുമൻ ബെറിയാണ്. CEO BVR സുബ്രഹ്മണ്യൻ. കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ മൻസൂർ സാറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ന്യൂസ് പേപ്പറിൽ, നീതി ആയോഗ് ശ്രദ്ധയോടെ പഠിക്കാമെന്നുള്ളൊരു ഏരിയ. അപ്പോൾ അതിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടിയും പരിചയപ്പെടാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ നീതി ആയോഗിന്റെ ശരിയായ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? 1. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. 2. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലെത്തിക്കുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. ഇങ്ങനെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, തെറ്റല്ലേ? എന്താണ്? സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒന്നാമത്തേത് തെറ്റാണ്. 2. കാർഷിക മേഖലയിലെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, അത് ശരിയാണ്. 3. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായമില്ലാതെ നഗരങ്ങളെ സുരക്ഷിതാവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആണോ? അല്ല അല്ലെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ്. അപ്പൊ 1 തെറ്റാ, 3 തെറ്റാ.
ഇനി നാലാമത്തത് പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക. അത് ശരിയാണ് അല്ലെ. അപ്പൊ നമുക്ക് 2ഉം 4ഉമാണ് ശരി. ഓക്കെ, അപ്പൊ 2, 4 തുടങ്ങിയവ ശരിയാണ്. ഇനി ഇതിൽ രണ്ടാമത്തെ ചോദ്യം കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓപ്ഷൻസ് ഹരിത വിപ്ലവം, ബാങ്കിങ്, ചെറുകിട വ്യവസായം, ഇൻഷുറൻസ്. ഓക്കെ, ഉത്തരം വരുന്നത് ചെറുകിട വ്യവസായമാണ്. ഓക്കെ, കാർവേ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകിട വ്യവസായങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കാട്ടോ. ഇനി മൂന്നാമത്തെ ചോദ്യം പറയുന്നുണ്ട് താഴെ തന്നിരിക്കുന്ന വിവിധ പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ അടിസ്ഥാനമാക്കി അവയെ പഞ്ചവത്സര പദ്ധതികളുടെ കാലഗണനാ ക്രമത്തിൽ എഴുതുക എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് തന്നിരിക്കുകയാണ് മാനവ ശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ, പിന്നെ സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച, സ്വാശ്രയത്വം. ഓക്കെ, അപ്പൊ ഇത് എന്തിന്റെയൊക്കെ ലക്ഷ്യങ്ങളാണ്? ഇതിനെ നമുക്ക് കാലഗണനാക്രമത്തിലാണ് അടയാളപ്പെടുത്തേണ്ടത് നമുക്ക്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം വരുന്നത് ഇപ്പൊ മാനവശേഷി വികസനം എന്നത് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഓക്കെ, മാനവ ശേഷി വികസനം. ഓക്കെ, അത് 8ആണ്. ഇനി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളത് 10ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക 6ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ്, ലക്ഷ്യമാണ്. പിന്നെ സ്ഥിരതയോട് കൂടിയിട്ടുള്ള ഒരു വളർച്ച, സ്വാശ്രയത്വം, അത് ഏതിലാണ് വരുന്നത്? 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് പറയുന്നത്. അപ്പൊ ഇതില് ഓർഡർ 4, 3, 1, 2 എന്നാണ് വരിക കേട്ടോ. അപ്പൊ എന്താണ്? സ്ഥിരതയോട് കൂടിയിട്ടുള്ള വളർച്ച, സ്വാശ്രയത്വം ഒന്നാമത്തത് വരും. പിന്നെ വരുന്നത് കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക 6ാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ. ഓക്കെ, പിന്നെ വരുന്നത് മാനവ ശേഷി വികസനം 8ാമത്തേൽ വരും. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കല് 10ാമത്തെ. അപ്പൊ അങ്ങനെ ഓർഡർ ആക്കാൻ വരും. അതുകൊണ്ട് പഞ്ചവത്സര പദ്ധതികളുടെ ലക്ഷ്യങ്ങൾ SCERTയുടെ തനി കോപ്പിയാണ് കേട്ടോ ചോദിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് 4ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ GDPയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത മേഖല. അത് ഏത് മേഖലയാണ്? എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സേവന മേഖലയാണ്. ഓക്കെ, സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ GDPയിലേക്ക് സംഭാവന ചെയ്ത് സേവന മേഖലയാണ്. ഇനി അടുത്ത ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനയിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടം നടന്നത് 1965 മുതൽ 75 വരെയാണ്. പിന്നെ രണ്ടാമത്തത് ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടം പഞ്ചാബ്, ബംഗാൾ, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. 3, കൂടുതലായും ഗോതമ്പ് ഉൽപാദനത്തിൽ വർധനവ് ഉണ്ടായതിനാൽ ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തെ ഗോതമ്പ് വിപ്ലവം എന്ന് വിളിക്കുന്നു. 4ാമത്തത് മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഇതിൽ തെറ്റ് വരുന്നത് B ആണ്. അതായത് ഹരിത വിപ്ലവത്തിന്റെ ആദ്യഘട്ടം പഞ്ചാബ്, ബംഗാൾ, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമയത്ത് കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നതിനുള്ള കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, മൺസൂണിനെ ആശ്രയിച്ചിട്ടുള്ള കൃഷി, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. ഓപ്ഷൻ ഡി പറയുന്നത് ഇവയെല്ലാം. ഓക്കെ, എന്താണ് ഉത്തരം വരുന്നത്? ഇവയെല്ലാം എന്നാണ് അല്ലെ. സ്വാതന്ത്ര്യ സമയത്ത് കാർഷിക മേഖലയുടെ ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു. എന്തൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, മൺസൂണിനെ ആശ്രയിച്ചുള്ള കൃഷി, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, ഇതെല്ലാം അതിന് കാരണമായിരുന്നു. ഇനി 7ാമത്തെ ചോദ്യം നീതി ആയോഗുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. നയരൂപീകരണത്തിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് യാതൊരു പങ്കുമില്ലാത്ത ചട്ടക്കൂടാണ് നീതി ആയോഗിനുള്ളത്. പ്രധാനമന്ത്രി ചെയർമാനായുള്ള ഒരു പൊതുനയ വിദഗ്ധോപദേശ സമിതിയാണ് നീതി ആയോഗ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നയപരമായ കാര്യങ്ങളും പദ്ധതികളും നീതി ആയോഗ് രൂപകൽപ്പന ചെയ്യുന്നു. നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ എല്ലാ ഗവർണർമാരും, മുഖ്യമന്ത്രിമാരും, ലഫ്റ്റനന്റ് ഗവർണർമാരും അംഗങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇതില് നീതി ആയോഗുമായിട്ട് ശരിയായവ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതാണ്? C ആണ് ആൻസർ വരിക കേട്ടോ. 2ഉം 3ഉം ആണ് അതിൽ ശരിയായിട്ടുള്ളത്. പ്രധാനമന്ത്രി ചെയർമാനായുള്ള ഒരു പൊതുനയ വിദഗ്ധ ഉപദേശ സമിതിയാണ് നീതി ആയോഗ്, അത് ശരിയാണ്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നയപരമായ കാര്യങ്ങളും പദ്ധതികളും നീതി ആയോഗ് രൂപകൽപ്പന ചെയ്യുന്നു, അതും ശരിയാണ് അല്ലേ.
ഇനി 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചെറുകിട വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ഓപ്ഷൻസ് പറയാം. ചെറുകിട വ്യവസായങ്ങൾക്ക് കുറഞ്ഞ മൂലധന നിക്ഷേപം മതി. ബി, ചെറുകിട വ്യവസായങ്ങൾ കുറവ് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. സി, പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇറക്കുമതിയെ ആശ്രയിക്കേണ്ടി വരുന്നില്ല. ഡി, കാർഷിക ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നത് കൊണ്ട് ചെറുകിട വ്യവസായങ്ങൾക്ക് ഗ്രാമീണ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലെ, ഇതിലേതാണ് തെറ്റായിട്ട് വരിക? ബി ആയിരിക്കും. ചെറുകിട വ്യവസായങ്ങൾ കുറവ് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണോ? അല്ല അല്ലെ, ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് ചെറുകിട വ്യവസായങ്ങൾ. അതുപോലെ തന്നെ കുറഞ്ഞ മൂലധനം മതി. അതുപോലെ തന്നെ എന്താണ്, പ്രാദേശികമായിട്ടുള്ള വിഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുക. അതുകൊണ്ട് ഇറക്കുമതിയായിട്ട് ഒരു ഡിപ്പെൻഡ് ചെയ്യണില്ല ഇറക്കുമതിനെ. പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ചെറുകിട വ്യവസായങ്ങൾക്ക് ഗ്രാമീണ വികസനത്തെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓപ്ഷൻസ് വായിക്കാം. പ്രാഥമിക മേഖലയ്ക്ക് അഥവാ കാർഷിക വികസനത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി 1951-56 കാലയളവിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ. 2, മഹലനോബിസ് മാതൃകയിലാണ് 1ാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. 3, ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 3.1% കൈവരിച്ചത് 3.6%. 4, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം, ഡെസർട്ട് ഡെവലപ്മെന്റിന്റെ പ്രോഗ്രാം എന്നീ പദ്ധതികളൊക്കെ ആരംഭിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. അതായത് പ്രാഥമിക മേഖലയ്ക്ക് അല്ലെങ്കിൽ കാർഷിക വികസനത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ്. അത് ശരിയാണ്. പിന്നെ ഏതാണ്? 4ാമത്തെയും ശരിയാണ്. നാഷണൽ എക്സ്റ്റൻഷൻ സ്കീം, ഡെസർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഇതൊക്കെ പദ്ധതികളൊക്കെ ആരംഭിച്ചതും 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയാണ്. അത് ശരിയാണ്. മഹലനോബിസ് എന്നുള്ളത് ഏതാണ്? 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് വരുന്നത് അല്ലെ, ഒക്കെ അറിയാമെന്ന് വിചാരിക്കണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ അംഗത്വം ലഭിക്കുന്നത് ആർക്കാണ്? ഇനി ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് വായിക്കുന്നില്ല. നമുക്ക് ഈ ക്ലാസ് കേട്ടതാണ്. കേന്ദ്രമന്ത്രിമാരുടെ സമിതിയിൽ നിന്നും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന പരമാവധി 4 പേർക്ക്. ഓക്കെ, നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഈ ഒരു ചോദ്യം 4 പേർക്കാണ്, പരമാവധി 4 പേർക്കാണ്. അതാരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്? നമ്മുടെ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. ഓപ്ഷൻസിൽ രാഷ്ട്രപതി എന്നൊക്കെ ഉണ്ട് കേട്ടോ, അപ്പൊ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട എല്ലാ വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സമയത്തിന്റെ കുറവ് കൊണ്ടാണ് ഇത് ടൈപ്പ് ചെയ്ത് കാണിക്കാനത്. ഓക്കെ, അപ്പൊ എല്ലാവരും സഹകരിക്കുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്